BJP 25 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥി പട്ടിക, അതും സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ശോഭാ സുരേന്ദ്രനൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടിടത്തൊക്കെ കാണുന്നുണ്ട്, സത്യാവസ്ഥ അറിയില്ല. പിന്നെ അതുപോലെ തന്നെ BJPക്കകത്ത് A+ മണ്ഡലങ്ങളിലേക്ക് വലിയ പിടിവള്ളി മുറുക്കാൻ വേണ്ടിയിട്ടും കെട്ടിമുറിച്ച് വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ K. സുരേന്ദ്രനൊക്കെ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേമത്ത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് തന്നെയാണ് സാധ്യത. ഈ സാധ്യതാ പട്ടിക വന്ന സമയത്ത് നമ്മുടെ പ്രഡിക്ഷൻസ് ഒന്നും ചിലയിടത്ത് തെറ്റിയിട്ടില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം നിരീക്ഷിച്ചത് ശരിയായ രീതിയിലാണെന്ന് തോന്നുന്നു. ചേട്ടൻ ആ ലിസ്റ്റ് കണ്ടിരുന്നു? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പലയിടങ്ങളിലും ലോക്സഭയിലെ നിയമസഭാ മണ്ഡലങ്ങൾ, ലോക്സഭ എന്ന് പറയുമ്പോൾ കുറച്ച് നിയമസഭകളോട് ചേർന്നതാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഒന്നാമതെത്തിയ കുറേ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ അവർക്ക് അവരുടെ A+ മണ്ഡലങ്ങളാണ്. അവിടെയൊക്കെ മത്സരിക്കാനായിട്ട് സുരേന്ദ്രൻ ഉൾപ്പെടെ MD രമേശ് ഉൾപ്പെടെ ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ ഒക്കെ ഇടിക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. അതായത് അതിൽ പറഞ്ഞു കേൾക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പറയുന്നുണ്ട്, തൃശ്ശൂർ പറയുന്നുണ്ട്, പിന്നെ വട്ടിയൂർക്കാവ് പറയുന്നുണ്ട്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. അപ്പോൾ ഇതിൽ K. സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവർ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യം അറിയിച്ചു. ഇല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ K. സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, VV രാജേഷ് എന്നിവർ തയ്യാറെടുക്കുകയാണ്. ഇതിൽ VV രാജേഷ് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണ്. പത്മജ വേണുഗോപാൽ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാലിനെ കേൾക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരൻ, പിന്നെ ഒരു സമയം മുരളി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. K. മുരളീധരൻ മത്സരിക്കുന്നു വട്ടിയൂർക്കാവിൽ. വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്തെ ഒരു നഗരഹൃദയത്തിലെ ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കോൺഗ്രസ്സിന് വളരെ ആഭിമുഖ്യമുള്ളൊരു മണ്ഡലമായിരുന്നു. പക്ഷേ വടകരയിലേക്ക് മുരളീധരൻ മത്സരിക്കാൻ വേണ്ടി ലോക്സഭയിൽ 2019 അദ്ദേഹം പോയപ്പോഴത്തേക്കാണ് അവിടെ ഈ പറയുന്ന പോലെ ഈ അന്നത്തെ മേയറായിരുന്ന പ്രശാന്തിനെ അവർ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് അന്ന് ജയിച്ചതും പിന്നീട് നടന്ന രണ്ടാമതിപ്പം ഈ കഴിഞ്ഞ നിയമസഭയിലും പ്രശാന്ത് ജയിച്ചതും. അതായത് വട്ടിയൂർക്കാവിൽ മുക്കിലും മൂലയിലും പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ MLA സാന്നിധ്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാര്യം അവിടുത്തെ റോഡ് പണിയായാലും അവിടുത്തെ കാര്യങ്ങളായാലും അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രശാന്തിൻ്റെ കൂടെ ഒരു ആഭിമുഖ്യം അവിടെ എല്ലാവർക്കുമുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ബേസിലാണെങ്കിൽ നായർ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് ഇത്രയും നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പത്മജ വേണുഗോപാൽ മത്സരിച്ചാൽ തന്നെയും ഈ പറയുന്ന മുരളീധരൻ സ്ഥാനാർത്ഥിയായ പോലെ ഒരു ത്രികോണ മത്സരം, നല്ല പൊടി പാർന്ന മത്സരമായിരിക്കും. കാര്യം K. മുരളീധരനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ K. മുരളീധരൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ BJPയുടെ ഏറ്റവും വലിയ അവരേറ്റവും ശത്രുപക്ഷത്ത് കാണുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് K. മുരളീധരൻ. K. മുരളീധരനെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ള ഒരു അരയും തലയും മുറുക്കിയാണ് BJP നിൽക്കുന്നത്. എവിടെയായാലും മുരളീധരനെ തോൽപ്പിക്കും. അതിനിപ്പോൾ ക്രോസ് വോട്ട് BJP വോട്ട് CPMന് മറിച്ചു കൊടുത്തായിരുന്നാലും ജയിക്കുക, തോൽപ്പിക്കുക, മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു പരിപാടി. പത്മജ വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കാൻ വരുമ്പോൾ ഈസി ഒരു വാക്ക് ഓവറൊന്നും നമുക്ക് അങ്ങനെയൊന്നും പത്മജ വേണുഗോപാലിന് ജയിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം എനിക്കറിയാമെന്നുള്ള മണ്ഡലമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു K. മുരളീധരനും പത്മജ വേണുഗോപാലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന സംശയങ്ങൾ നമ്മൾ മുമ്പ്. ഇപ്പൊ മുരളീധരൻ പറയുന്നു ഞാൻ മത്സരിക്കും, ഇനി എൻ്റെ അനിയത്തി മത്സരിച്ചാലെന്ന് എനിക്ക് വാശി പോലെ ആയെന്നാണ് പറയുന്നത്. പുള്ളിക്കിപ്പോൾ ഒരു വാശി പോലെയായി, അനിയത്തി മത്സരിക്കുന്നതുകൊണ്ട് വാശി പോലെ. ഒരേ മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ നല്ലൊരു മത്സരം ഉണ്ടാകും. കാര്യം അവർ BJP സാധ്യത പട്ടികയായിട്ട് 50 സീറ്റെങ്കിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ 25 മണ്ഡലങ്ങളിൽ പറയുകയാണെങ്കിൽ, ഞാൻ മണ്ഡലം തിരിച്ച് പറയണം, ഇപ്പം നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത് പറയുന്നത്. നേമത്ത് ഈ ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പം രാജീവ് ചന്ദ്രശേഖരന് 1ാം സ്ഥാനം കിട്ടിയ മണ്ഡലമാണത്. അവിടെ BJP പഴയതുപോലെയൊന്നുമല്ല, വളരെ ഹോൾഡാണ്. കാലം മാറിയില്ല. BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് നിലനിൽക്കെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളൊക്കെ ബാധിക്കാൻ സാധ്യതയില്ലേ? അല്ല, രാജീവ് ചന്ദ്രശേഖർ ഇപ്പം മത്സരിക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയും കുറച്ച് ന്യൂനപക്ഷം ഉള്ളതാണ്. ഇപ്പോൾ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ഈ മേയറാണ്, ആര്യ രാജേന്ദ്രനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ആര്യ രാജേന്ദ്രന് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി ബാധിക്കാൻ പോകുന്ന ആര്യ രാജേന്ദ്രനെ തന്നെയായിരിക്കും. കാര്യം ആര്യ രാജേന്ദ്രൻ അവര് തിരുവനന്തപുരത്തുകാരിയാണ്, മേയറായിരുന്നപ്പോൾ പ്രത്യേകിച്ച് ആ KSRTCയിലെ ഡ്രൈവറില്ലേ, ആ ഡ്രൈവറുടെ വീടെന്ന് പറഞ്ഞാൽ നേമത്താണ്. ആ ഡ്രൈവർ നേമത്തുള്ള ആളാണ്. അയാളൊരു BJPയുടെ പഴയ പ്രവർത്തകനാണെന്ന് പറയുന്നു, BJP പ്രവർത്തകനാണ്. ആ ഡ്രൈവർ ഒക്കെ ഉള്ള സ്ഥലവും പിന്നെ രണ്ടാമത് നായരോട്ട് വലിയ ഘടകമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ശിവൻകുട്ടി ജയിച്ചത്? അവിടെ മുരളീധരനാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്, K. മുരളീധരനായിരുന്നു. K. മുരളീധരൻ അവിടെ നേമത്ത് മത്സരിച്ചപ്പോഴത്തേക്ക് പിന്നെ കുറേയധികം വോട്ട്, കോൺഗ്രസ് വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷ വോട്ട് സ്പ്ലിറ്റായി. ഹിന്ദു വോട്ട് കൃത്യമായിട്ട് കിട്ടേണ്ട, ഞാൻ നിയമസഭയിലെ കാര്യമാണ് പറയുന്നത്, 2021 കൃത്യമായി കിട്ടേണ്ട ഹിന്ദു വോട്ട് അന്നത്തെ പറയുന്ന BJP സ്ഥാനാർത്ഥിയായിരുന്നത്, BJP സ്ഥാനാർത്ഥിക്ക് അത് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ അത് കൃത്യമായിട്ട് കിട്ടി എന്ന് വന്നപ്പോഴത്തേക്കും കെ മുരളീധരൻ അവിടെ ഒരു വിലയില്ല. കെ മുരളീധരൻ ഒന്നുമല്ലാതായിപ്പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇനി അവിടെ ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു മത്സരം നടക്കും. പിന്നെ വട്ടിയൂർക്കാവ് പത്മജയാണെന്ന് പറയുന്നു. പത്മജയാണെങ്കിൽ നല്ലൊരു മത്സരമായിരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ, അതെ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ ഒന്ന് രണ്ട് തവണ തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രനെതിരെ നല്ലൊരു മത്സരം അവിടെ ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ശരിക്കും വെള്ളം കുടിച്ചിട്ടാണ് ജയിക്കുന്നത്. കാര്യം കോൺഗ്രസിനൊരു നല്ല സ്ഥാനാർത്ഥി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് പറയുന്ന പോലെ അതൊരു ഇതായിരുന്നു. പിന്നെ ആറ്റിങ്ങൽ സുധീർ, അത് എനിക്ക് അത്ര കണ്ട് തോന്നുന്നില്ല. ആറ്റിങ്ങിലൊക്കെ വെറുതെ ഒരു മത്സരം. പിന്നെ കാട്ടാക്കടയൊക്കെ കൃഷ്ണദാസൊക്കെ സ്ഥിരം മത്സരിക്കുന്നതാണ്. മത്സരിക്കുക, തോക്കുക. സുരേഷ് കോവളത്ത് എത്രത്തോളം ഇതാകുമെന്ന് അറിയില്ല. തൃശ്ശൂർ MD രമേശിൻ്റെ പേര് പറയുന്നു. MD രമേശ് അവിടെ സന്ദീപ് വാര്യരാണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ നല്ലൊരു മത്സരം അത് ഉറപ്പാണ്. നാട്ടിക രേണു സുരേഷ്, മണലൂർ AN രാധാകൃഷ്ണൻ. ഈ AN രാധാകൃഷ്ണനെതിരെയൊക്കെ ഒരുപാട് അലിഗേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചില വണ്ടി തട്ടിപ്പ് കേസൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട്. പിന്നെ ശോഭാ സുരേന്ദ്രനെ പുതുക്കാട്, തൃശ്ശൂർ പുതുക്കാട് പറയുന്നത്, അതും ഓപ്ഷനാണ്. അതെ. പിന്നീട് V ഗോപാലകൃഷ്ണനുണ്ട്. സെൻട്രലിൽ കൃഷ്ണകുമാർ, തിരുവനന്തപുരം സെൻട്രലിൽ കൃഷ്ണകുമാർക്ക് കുറച്ച് വോട്ട് പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ കോന്നിയിലാണ് K സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നത്. പിന്നെ കുമ്മനം രാജശേഖരൻ്റെ പേര് ആറന്മുളയുണ്ട്. ആറന്മുള ഒരു നല്ല മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ആറന്മുളയിൽ തന്നെയാണ് ഇത്തവണ ജോർജ് മത്സരിക്കുന്ന മകളായിരിക്കും കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി എന്നും. എങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകളാണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ വീണ ജോർജിനെതിരെ നല്ലൊരു മത്സരം നമുക്ക് കുമ്മനം വരുന്ന സമയത്ത് നല്ല ഇലക്ഷൻ. കുമ്മനം എവിടെ മത്സരിച്ചാലും കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ഈ നിയമത്തെ കാര്യം പറഞ്ഞപ്പോൾ കുമ്മനം നിയമത്തെ സ്ഥാനാർത്ഥിയായിരുന്നതാണ്. എന്നിട്ട് നിയമത്തെ എന്തായി? കുമ്മനം നല്ല സ്ഥാനാർത്ഥിയൊക്കെയാണ്. കുമ്മനം വട്ടിയൂർക്കാവിലും മത്സരിച്ചിരുന്നതാണ്. പിന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണി ഉണ്ട്. പിന്നെ തിരുവല്ല അനൂപ് ആന്റണിക്ക് എന്താന്ന് വെച്ചാൽ കന്യാസ്ത്രീ വിഷയത്തിൽ അതൊക്കെ ഇനിയാണ് നമ്മൾ അത് നോക്കാൻ പോകുന്നത്. ഇനി അതൊക്കെ എത്രത്തോളം ആകും എന്നുള്ള. പിന്നെ ഷോൺ ജോർജ് ഉണ്ട്. പിന്നെ കായംകുളത്ത് ശോഭാ സുരേന്ദ്രനുണ്ട്. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തൊക്കെ നല്ല മത്സരമായിരിക്കും വരാൻ പോകുന്നത്. അമ്പലപ്പുഴ സന്ദീപ് വാചസ്പതി, ഇവരൊക്കെ നല്ല TV-യിലൊക്കെ നല്ല രീതിയിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. എത്ര കണ്ട് അവരൊരു ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ചെങ്ങന്നൂർ മനുപ്രസാദ്, പി ശ്യാംരാജ്, പാലക്കാട് പ്രശാന്ത് ശിവൻ പാലക്കാടത്തെ നേതാവാണ്. അയാളവിടുത്തെ BJP-യുടെ പാർട്ടി ഓഫീസ് വിഷയത്തിലൊക്കെ സംസാരിച്ചു. അതെ. പിന്നെ കൃഷ്ണകുമാറിന്റെ പേര് മലമ്പുഴയുണ്ട്, മഞ്ചേശ്വരത്ത് ഉണ്ട്, ഷൊർണൂർ ശങ്കുട്ടിദാസ്. അതായത് ഈ BJP സംബന്ധിച്ച് BJP-ക്ക് ഏറ്റവും കുറഞ്ഞൊരു 3 സീറ്റെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇവരൊക്കെ നല്ലോണം മത്സരം ഉണ്ടാകുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ള കാര്യം സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് അതിൽ ഇലക്ഷൻ വോട്ട് എണ്ണുന്ന ഒരു ദിവസം, ഇലക്ഷൻ വോട്ട് എണ്ണുന്ന ദിവസം ആദ്യം വരുന്ന ഫലം, അത് അവിടുത്തെ പൊളിറ്റിക്സും വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു മാറ്റം വന്നിട്ടുണ്ടോ ജനങ്ങൾക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അല്ല, പോസ്റ്റലോട്ട് എണ്ണുമ്പോൾ മുതൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോക്സഭാ ഇലക്ഷനിൽ പലപ്പോഴും മാറി മറിഞ്ഞ് വന്നായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഫ്രണ്ടിൽ വരുന്നു, തരൂർ പിറകിൽ വരുന്നു. തരൂർ പിന്നെ അവസാനം അവിടെ നിന്ന് കോവളം നെയ്യാറ്റിൻകര ഭാഗത്തേക്കൊക്കെ പോയപ്പോഴാണ് തരൂർ പിന്നെയും തടി ഊരിയത്. ഇല്ലെങ്കിൽ തരൂരൊക്കെ തോറ്റുപോയാനെ. അല്ല, ഞാൻ പറയുന്നത് ചേട്ടാ, അങ്ങനെ ഒരു വോട്ടെണ്ണൽ നടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ റിസൾട്ട് വരുമ്പോൾ അത് CPIന്റെ സീറ്റായിരുന്നെങ്കിൽ, CPM-ന്റെ സീറ്റായിരുന്നെങ്കിൽ അവിടെ ആര് ജയിച്ചു എന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവാം ഭരണവിരുദ്ധ വികാരം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ UDF-ന് അനുകൂലമാവാനും സാധ്യതയുണ്ട്. അല്ല, ഇത് നമ്മൾ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറഞ്ഞ 5 സ്ഥലങ്ങളിലെങ്കിലും ത്രികോണ മത്സരം നന്നായിട്ട് സ്പാർക്കിംഗ് ഉണ്ടാവും. ഇപ്പൊ വന്ന 25 കായംകുളത്ത് നല്ല സൂപ്പർ മത്സരം നടക്കും, ഉറപ്പാണ്. അതുപോലെ വട്ടിയൂർക്കാവ് നടക്കും. ആറന്മുള എന്തായാലും അവിടെ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും കഴക്കൂട്ടത്ത് നടക്കാൻ സാധ്യതയുണ്ട്, തൃശ്ശൂർ നടക്കാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ തന്നെ നല്ല കാര്യം. ഒന്ന് തൃശ്ശൂർ മത്സരിക്കുന്ന സന്ദീപ് വാര്യരാണ് മത്സരിക്കുന്നത്. നല്ല മത്സരം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. MD രമേശ്. പാലക്കാട് അതാണ്, അത് വേറൊരു ഇതാണ്. അതിനി ആരായിരിക്കും എന്നുള്ളതൊക്കെ അത് വേറൊരു വിഷയമാണ്. അത് പാലക്കാട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സന്ദീപ് വാര്യർക്ക് പാലക്കാടാണ് സാധ്യത എന്നുള്ളത് ഉണ്ടായിരുന്നു. തൃശ്ശൂർ വെല്ലുവിളിച്ചിരിക്കുക.
തൃശ്ശൂർ സന്ദീപ് വാര്യർ തന്നെ ഇദ്ദേഹത്തെ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഈ പത്മജയുടെ പേര് വട്ടിയൂർക്കാവ് പറഞ്ഞെങ്കിലും പത്മജയെക്കാളും എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ ചിലപ്പോൾ വട്ടിയൂർക്കാവ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം വട്ടിയൂർക്കാവൊക്കെ അവർക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഒക്കെ അവർക്ക് തൃശ്ശൂർ ഒരു 5 മണ്ഡലം നമ്മളിത് നോക്കുമ്പോൾ ഇതിലൊരു 5 മണ്ഡലത്തിലെങ്കിലും അവർക്ക് അവർ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ 25 പറഞ്ഞിരിക്കുന്നതിൽ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പേരിലൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ നേമത്ത് മാറാൻ സാധ്യതയില്ല. വട്ടിയൂർക്കാവ് പത്മജയൊക്കെ മാറും. പിന്നെ കഴക്കൂട്ടത്ത് വി മുരളീധരൻ തന്നെ ആയിരിക്കും. MD രമേശ് തൃശ്ശൂരും ആയിരിക്കും. എന്തായാലും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും അവർ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് തന്നെ 50 സീറ്റുകൾ പറഞ്ഞെങ്കിൽ 25 സാധ്യതാ പട്ടികയൊക്കെ വരുന്നത് BJP നല്ലൊരു ഒരുക്കത്തിലാണ്. വേറൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ വരുന്ന കോർപ്പറേഷൻ തദ്ദേശ ഇലക്ഷനിൽ 2-3 പിന്നെ മണ്ഡലങ്ങൾ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശം ഇപ്പം ഗ്രാമപഞ്ചായത്താണെങ്കിലും ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ചില ആൾക്കാർക്ക് 3 മണ്ഡലങ്ങളെ ചാർജൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പ്രവർത്തനം അവർക്ക് ഇങ്ങനെ BJPയുടെ അവർക്കിപ്പം അതായത് അവർക്കിടയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നേമത്താണെങ്കിൽ നിയമമണ്ഡലമാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പിന്നെ കൗൺസിലർമാരൊക്കെ ഉണ്ടല്ലോ. അത് BJP കൗൺസിലർമാരാണ് അവിടെ കൂടുതലും ജയിച്ചിട്ടുള്ളത്. അവിടെ ഈ പറയുന്ന പോലെ അവിടെ ഒരു 3 മണ്ഡലങ്ങളൊക്കെ ഒരാളിനെ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ അവിടെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ അവസരം കിട്ടും. ഇപ്പോൾ വട്ടിയൂർക്കാവാണെങ്കിലും അവിടെ ഒരുപാട് കുന്നുകുഴിയുണ്ട്, കണ്ണമൂലയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഈ കൗൺസിലർമാരുണ്ട്, പാളയമുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കാനുള്ളൊരു അവസരം കൂടെ ഉണ്ടാവും. അങ്ങനെ കൂടെ ഏൽപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നത് അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ലിസ്റ്റ് പുറത്തു വന്നു. ഇനി 25 എണ്ണത്തിന്റെ വരാനുണ്ട്. അതുപോലെ ബാക്കി പിന്നാലെ മറ്റെല്ലാവരെക്കാളും നല്ലൊരു മുന്നൊരുക്കമാണ് അവർ നടത്തുന്നത്. അപ്പം നല്ലൊരു മത്സരം തീപാറും ഈ പറഞ്ഞിടങ്ങളിലൊക്കെ തന്നെ. പക്ഷേ ഇത് മാറിമറിയാൻ സാധ്യതയുണ്ട്. പലയിടത്തെയും മാറിമറിയാൻ സാധ്യതയുണ്ട് സാധ്യതാ പട്ടിക.